ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ യാത്ര ഒരു അമ്പലത്തിലേക്കായിരുന്നു. ഞാനും ഏട്ടനും അമ്മയും മോളും ഉണ്ടായിരുന്നു. അപ്പം ഇസ്കോൺ ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രത്തിലേക്കായിരുന്നു ഞങ്ങൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത്. വളരെ നല്ലൊരു അമ്പലമാണ്. ഇതിനു മുൻപ് 2 പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വരണമെന്ന് തോന്നും. അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു ക്ഷേത്രമാണ്. അപ്പം എപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുണ്ട്. അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നു. ഇവിടെ കയറുന്നതിന് മുൻപ് നമ്മൾ ഒന്ന് നമ്മുടെ ശരീരമൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തലയിലും ശരീരത്തിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ തളിച്ചതിന് ശേഷം നമ്മൾ ഈ വഴിയാണ് അമ്പലത്തിലേക്ക് കയറുന്നത്. നിങ്ങൾക്ക് സൈഡിൽ കൂടെ നോക്കിയാൽ കാണും, നല്ല രസമുള്ള ഒരു വ്യൂ ആണ്. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളൊരു 4:45 ആയിക്കൊണ്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 5:05 ആകുമ്പോഴത്തേക്ക് എത്തി. അപ്പോൾ നല്ലൊരു അന്തരീക്ഷമായിരുന്നു, നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭഗവാനെ കാണുന്നതിന് മുൻപ് ഒരു 108 സ്റ്റെപ്സുകൾ നമ്മൾ കയറും. ഇവിടെ കാർഡ് കണ്ടില്ലേ, കാർഡിൽ നമുക്കൊരു മന്ത്രം, ഹരേ രാമ എന്നുള്ള മന്ത്രം പല ഭാഷകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ മന്ത്രം നമ്മൾ ഉച്ചരിച്ചുകൊണ്ട് 108 പ്രാവശ്യം നമ്മൾ ഹരേ രാമ ചൊല്ലി അങ്ങനെയാണ് നമ്മൾ ഭഗവാന്റെ മുന്നിലെത്തുന്നത്. ശരിക്കും നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. നമ്മളിത് ചൊല്ലി വരുന്ന സമയത്ത് പെട്ടെന്ന് ഭഗവാന്റെ അടുത്ത് എത്തുന്ന പോലെ തോന്നും. അത്രയും നമ്മുടെ മനസ്സൊക്കെ അതിലേക്ക് കൊടുത്ത് നല്ലൊരു നമുക്ക് മനസ്സിനൊക്കെ വളരെ ശാന്തിയും ഒരു സമാധാനവും ഒക്കെ ഫീൽ ചെയ്യുന്നൊരു സന്ദർഭമാണ്. അങ്ങനെ നമ്മൾ കയറി നരസിംഹമൂർത്തിനെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പം ഭഗവാനെ തൊഴുതതിന് ശേഷം നമ്മൾ ഇതുവഴി ആണ് പ്രധാന കവാടത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ലൊരു കാറ്റുണ്ടായിരുന്നു. കൂടാതെ ഒരു എന്താ പറയുക, ചുറ്റിലും നിങ്ങൾക്ക് ഇതിൽ കാണാം നമ്മുടെ സൂര്യാസ്തമയത്തോട് അടുത്ത് നിൽക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ചുറ്റിലും ഇങ്ങനെ ഒരു ഓറഞ്ച്, ഒരു യെലോയിഷ് കണ്ടില്ലേ, ആ ഒരു കളറും ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രതീതിയായിരുന്നു. നമുക്ക് ശരിക്കും വന്ന് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പം നമ്മൾ സ്റ്റെപ്സ് കയറി മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇതേ മുകളിൽ നിന്ന് താഴോട്ടേക്ക് നമുക്ക് നോക്കുമ്പോൾ അവിടെ ചെറിയൊരു ഇതൊക്കെ കാണാം, കണ്ടില്ലേ, നല്ല രസമാണ്. പിന്നെ ഇന്ന് നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്താ പറയുക, 3ാമത്തെ പ്രാവശ്യവും ഭഗവാന്റെ അടുത്ത് വന്നു. ശരിക്കും ഈ കാഴ്ചകൾ എത്ര കണ്ടാലും നമുക്ക് മടുക്കില്ല കേട്ടോ. കണ്ണിന് അത്രയ്ക്ക് കുളിർമയേകുന്ന നല്ലൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മൾ പ്രധാന കവാടം. ഇതിൽ കയറിയിട്ടാണ് നമ്മൾ ആ രാധാകൃഷ്ണനെ കാണാൻ പോകുന്നത്. അപ്പോൾ അകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് മൊബൈലൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കഴിയുന്ന വിധത്തിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഭഗവാനൊക്കെ തൊഴുത് ഇവിടെ കണ്ടില്ലേ, ഒരുപാട് പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട് പല ഭാഷയിൽ. കുറേ ആത്മീയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഇതവിടെ അമ്പലം ഉണ്ടാക്കിയിട്ടുള്ള സ്വാമിജി ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠയാണ്. ഇത് നമ്മളുടെ ആ കവാടത്തിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് അവിടുന്ന് തീർത്ഥമൊക്കെ വാങ്ങിച്ചു. ഈ മഞ്ഞളും തുളസിയും പിന്നെ എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട് അതിൽ. ഒരു പ്രത്യേക ഒരു സ്വാദുണ്ടായിരുന്നു ആ തീർത്ഥത്തിന്. അങ്ങനെ തീർത്ഥമൊക്കെ കഴിച്ച് നമ്മൾ താഴെ ഇറങ്ങുമ്പോഴത്തേ കണ്ടില്ലേ, സ്വീറ്റ്സിൻ്റെ ഒക്കെ, അതായത് അവിടെയുള്ള പ്രസാദമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടർ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോവാണ്. അപ്പം കണ്ടില്ലേ, കുറേ പുസ്തകങ്ങൾ, പിന്നെ അതുപോലെ ഭഗവാന്റെ കുറേ വിഗ്രഹങ്ങൾ, പിന്നെ കുറേ സ്റ്റോറികൾ തന്നെയാണ് കൂടുതലായിട്ട്. നമ്മൾ ആത്മീയ സംബന്ധമായിട്ടുള്ള കുറേ പുസ്തകങ്ങളും പിന്നെ ഇതുപോലെ ഭഗവാന്റെ കുറേ ഫോട്ടോസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ശംഖമൊക്കെ കണ്ടില്ലേ. പിന്നെ താരതമ്യേന എനിക്ക് തോന്നി കുറച്ച് കോസ്റ്റ്ലിയാണ് എല്ലാം. നമുക്ക് പുറത്ത് കിട്ടുന്നതിനേക്കാൾ കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പല സാധനങ്ങൾ. പക്ഷെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പം ഞാൻ അവിടെയൊക്കെ പോയി ഭഗവാന്റെ കണ്ടില്ലേ, എന്ത് രസമല്ലേ. അപ്പം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നും. ഒരു കൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പൊതുവെ കുറച്ചും കൂടെ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് തോന്നുന്ന ഒരാളാണല്ലോ. അപ്പം ഒരുവിധം ഞാൻ എല്ലായിടത്തും പോയി എൻ്റെ മോൾക്കൊക്കെ കാണിച്ചു കൊടുത്തു. അവൾ ഇങ്ങനെ ഫുൾ ടൈം ഇതിൻ്റെ മുന്നിൽ തന്നെയായിരുന്നു കേട്ടോ. കാണാനുള്ള കാരണം നല്ല കളർഫുൾ ആണല്ലോ ഓരോ വിഗ്രഹങ്ങളും. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക്, ഈ ചന്ദനത്തിരികൾ, പിന്നെ അതിൻ്റെ തന്നെ പല വെറൈറ്റീസ്, പിന്നെ ഈ ചെറിയ ചെറിയ ഉടുപ്പുകൾ, കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഉടുപ്പുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ. അപ്പം പിന്നെ അതുപോലെ നമുക്ക് പൂജയ്ക്ക് വെക്കാൻ പറ്റുന്ന കുഞ്ഞു വിളക്കുകൾ, കാര്യങ്ങൾ, പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു വിഗ്രഹങ്ങൾ ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ വളരെയേറെ എനിക്ക് പ്രിയപ്പെട്ടൊരു സാധനം ഇവിടുത്തെ പ്രസാദമാണ് കിച്ചടി. നല്ല രസമാണ്. നമ്മുടെ ചോറും പരിപ്പൊക്കെ കൂടെ ഇട്ട് വേവിച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് വരുന്നൊരു പ്രസാദമാണ്. ഞാൻ 2 പ്രാവശ്യം വാങ്ങി കഴിച്ചു. അങ്ങനെ ഭഗവാനൊക്കെ കണ്ട് തിരിച്ചു മടങ്ങി. ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.